വർഷം 1993. മലയാള സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മണിച്ചിത്രത്താഴ്. റിലീസ് ചെയ്ത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ സിനിമ ടിവിയിൽ വരുമ്പോൾ നമ്മൾ ചാനൽ മാറ്റാതെ നോക്കിയിരുന്നു പോകും. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? മണിച്ചിത്രത്താഴിന്റെ ക്ലൈമാക്സിൽ ഗംഗയെ ബാധിച്ച ആ നാഗവല്ലി ശരിക്കും ഒരു പ്രേതമായിരുന്നോ? അതോ ശാസ്ത്രം പറയുന്നത് പോലെ ഒരു മാനസികാവസ്ഥ മാത്രമായിരുന്നോ? സണ്ണി എന്ന സൈക്യാട്രിസ്റ്റ് അവിടെ പ്രയോഗിച്ച ആ മാന്ത്രിക വിദ്യക്ക് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം എന്താണ്? നമുക്കൊന്ന് നോക്കാം. പലരും വിശ്വസിക്കുന്നത് മാടമ്പള്ളി എന്ന ആ പഴയ തറവാട്ടിൽ നാഗവല്ലിയുടെ പ്രേതമുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ സിനിമ കൃത്യമായി സംസാരിക്കുന്നത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന കടുത്ത മാനസികാവസ്ഥയെക്കുറിച്ചാണ്. തന്റെ കുട്ടിക്കാലത്തെ ഒറ്റപ്പെടലുകളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും ഗംഗയുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു അപര വ്യക്തിത്വമായിരുന്നു നാഗവല്ലി. തറവാട്ടിലെ തെക്കിനി തുറന്നതോടെ അടിച്ചമർത്തപ്പെട്ട ഗംഗയുടെ ആഗ്രഹങ്ങൾ നാഗവല്ലി എന്ന രൂപത്തിലൂടെ പുറത്തേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ് നാഗവല്ലിയായി മാറുമ്പോൾ ഗംഗയ്ക്ക് തമിഴ് സംസാരിക്കാനും കനത്ത ഭാരമുള്ള കട്ടിൽ ഒറ്റയ്ക്ക് പൊക്കാനുമൊക്കെ കഴിഞ്ഞത്. കാരണം മനുഷ്യന്റെ മസ്തിഷ്കം ഒരു പ്രത്യേക അവസ്ഥയിൽ ശരീരത്തെ അഡ്രിനാലിൻ അളവ് കൂട്ടുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് ശക്തി കൈവരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരാം. ഡോക്ടർ സണ്ണി അവിടെ ഒരു പൂജയാണ് നടത്തിയത്. ശാസ്ത്രം വിശ്വസിക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റ് എന്തിനാണ് അവിടെ ഒരു മന്ത്രവാദത്തിന് കൂട്ടുനിന്നത്? അതിന് പിന്നിലാണ് സൈക്കോ ഡ്രാമ എന്ന തെറാപ്പി. നാഗവല്ലി എന്ന വ്യക്തിത്വം ഗംഗയുടെ മനസ്സിനെ പൂർണ്ണമായി കീഴടക്കിയ ആ നിമിഷത്തിൽ സണ്ണിക്ക് ഗംഗയോട് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. നാഗവല്ലിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തന്റെ കാമുകനായ രാമനാഥനൊപ്പം ജീവിക്കുക, തന്നെ കൊന്ന വല്ലഭശ്ശേരി തിരുമേനിയെ വധിക്കുക. ഇവിടെ നകുലനെയാണ് നാഗവല്ലി തിരുമേനിയായി കണ്ടത്. നകുലനെ കൊന്നാൽ മാത്രമേ നാഗവല്ലിയുടെ പ്രതികാരം തീരൂ. എന്നാൽ നകുലൻ മരിച്ചാൽ ഗംഗയുടെ മനസ്സിൽ നിന്നും ആ വ്യക്തിത്വം ഒരിക്കലും മാറില്ല. ഇവിടെയാണ് സണ്ണി ബുദ്ധിപൂർവ്വം ഒരു നാടകം കളിക്കുന്നത്. നകുലന് പകരം ഒരു ഡമ്മി വെച്ചുകൊണ്ട് നാഗവല്ലിയുടെ പ്രതികാരം തീർക്കാൻ സണ്ണി അവസരമൊരുക്കുന്നു. തന്റെ ശത്രു മരിച്ചു എന്ന നാഗവല്ലി ഉറച്ച വിശ്വാസത്തോടെ ആ മനസ്സിലെ പ്രതികാര ചിന്ത അടങ്ങുകയും നാഗവല്ലി എന്ന വ്യക്തിത്വം എന്നേക്കുമായി ഗംഗയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മണിച്ചിത്രത്താഴ് എന്നത് വെറും ഒരു ഹൊറർ സിനിമയല്ല. അന്ധവിശ്വാസങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും മുകളിൽ ശാസ്ത്രവും മനഃശാസ്ത്രവും എങ്ങനെ വിജയം നേടുന്നു എന്ന് കാണിച്ചു തന്ന ഒരു അപൂർവ മാസ്റ്റർ പീസാണ്. സംവിധായകൻ ഫാസിലും തിരക്കഥാകൃത്ത് മധു മുട്ടവും വർഷങ്ങൾക്ക് മുൻപേ തുന്നിച്ചേർത്ത ഈ സൈക്കോളജിക്കൽ മാജിക് നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോഴാണ് പൂർണ്ണമായി മനസ്സിലായത്? താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഏത് സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെന്ന് നിർദ്ദേശിക്കുക. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശകലനങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.